गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഇന്നലെ നമ്മൾ സാധനാ പഞ്ചകത്തിൻ്റെ ആദ്യ ശ്ലോകം ആരംഭിച്ചു. തുടങ്ങാൻ കുറച്ച് വൈകി. ഇതിൻ്റെ പ്രവർത്തകർ ക്ഷണിക്കാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ചൊവ്വാഴ്ച ഒഴിവാക്കാൻ വയ്യ, യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ, പരമാവധി നേരത്തെ വരാമെന്ന്. ശരി, ഏതായാലും ഇന്നലെ നമ്മൾ ഒന്നാം ശ്ലോകത്തിലെ 4 ഉപദേശങ്ങളെയാണ് ശ്രദ്ധിച്ചത്. വേദഃ നിത്യം അധീയതാം, വേദം ദിവസവും പഠിക്കപ്പെടട്ടെ. പോരാ, പഠിച്ചതുകൊണ്ട് കാര്യമില്ല. തദുദിതം കർമ്മ തേന ഉദിതം കർമ്മ, തദുദിതം തേന ഉദിതം, അതിനാൽ പറയപ്പെട്ട കർമ്മത്തെ, ജീവിതക്രമത്തെ സ്വനുഷ്ഠീയത, നല്ലതുപോലെ അനുഷ്ഠിക്കട്ടെ. ഇവിടെ പൂർവ മീമാംസകന്മാർ വേദത്തിലെ കർമ്മകാണ്ഡത്തെക്കുറിച്ച് മീമാംസ ചെയ്യുന്നവർ കേവലം ക്രിയാർത്ഥമാണ് വേദമന്ത്രങ്ങളൊക്കെ തന്നെ എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. അവര് ജൈമിനി ഇത്ര വരെ പറഞ്ഞിട്ടുണ്ട്, ആനർത്ഥക്യം അതദർത്ഥാനാം, ആംനായസ്യ ക്രിയാർത്ഥത്വാത് ആനർത്ഥക്യം അതദർത്ഥാനാം. വേദം ക്രിയാർത്ഥമാണെന്നതുകൊണ്ട് ക്രിയാർത്ഥമല്ലാത്ത മന്ത്രങ്ങൾക്ക് അർത്ഥമില്ല എന്നാ പറയണത്. അത് കുറച്ച് കടന്ന പ്രയോഗ. അപ്പൊ വിവിധ മന്ത്രങ്ങളെ കൊണ്ട് വിവിധ കർമ്മങ്ങളെ ചെയ്യുക, അതാണ് അവരുടെ വീക്ഷണം. ആ കർമ്മങ്ങൾ ഓരോന്നിനെയും കൊണ്ട് വ്യത്യസ്ത ദേവതകളെ തോഷിപ്പിക്കുക, അങ്ങനെ ദേവതാ സന്തോഷത്തിലൂടെ അദൃഷ്ടം സമ്പാദിക്കുക. കർമ്മം തന്നെ സ്വതവേ ഫലപ്രദമാണെന്നാണ് അവർ പറയുന്നത്. വൈദിക കർമ്മം തന്നെ ഫലപ്രദമാണ്. അത് അദൃഷ്ടത്തെ ഉണ്ടാക്കുന്നു. ആ അദൃഷ്ടം കൊണ്ട് സ്വർഗത്തെ പ്രാപിക്കുന്നു. അവിടെ ഈശ്വരോപാസന എന്നൊരു തലം വരുന്നില്ല, ഈശ്വരോപാസന എന്നൊരു സങ്കല്പം വരുന്നില്ല. ഇവിടെയാണ് വേദാന്തിക്ക് പറയാനുള്ളത്, കർമ്മങ്ങളെ ആചരിക്കണ്ട എന്ന് വേദാന്തി നിഷേധിക്കുന്നില്ല. മറിച്ച് നീ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വരോപാസനാപരമായിട്ട് ഉയർത്തു. അത് ഉയരുകയാണ് ചെയ്യുന്നത്, നിഷേധിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. അതാണ് തേനേശസ്യ അപചിതി വിധീയതാം. അതിനെക്കൊണ്ട് ഈശ്വരന്റെ ഉപാസനയെ വിധിക്കൂ, ചെയ്താലും കാമ്യേ മതിസ്ത്യജ്യതാം. അപ്പൊ ഇവിടെ വൈദിക കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല, വൈദിക കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരോപാസന ചെയ്യാനാ പറഞ്ഞത്. പക്ഷേ പൂർവ മീമാംസകന്റെ വീക്ഷണപ്രകാരം കർമ്മങ്ങളിൽ എപ്പോഴും കാമനയുണ്ട്.
സകാമമായിട്ടാണ് കർമ്മങ്ങളുടെ പ്രവൃത്തി. ഇവിടെ വേദാന്തി പറയുന്നു, നീ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കൂ. അതാണ്. അപ്പൊ കർമാചരണത്തിന് കാമ്യബുദ്ധി താനേ വരില്ലേ എന്ന് വെച്ചാൽ നീ അതിനെ അതിക്രമിക്കൂ. കാമ്യം അതിത്യജ്യതാം. കാമ്യത്തിലുള്ള ബുദ്ധിയെ നീ അതിക്രമിക്കൂ. ഒന്നിനെ അതിക്രമിക്കുമ്പോൾ അത് അപ്രസക്തമായി തീരും. അപ്രസക്തമാകുമ്പോൾ ഉപേക്ഷിതമാകും. അല്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നില്ല. എന്ത് വസ്തുവെ നമ്മൾ, എന്തൊരു വ്യക്തിയെ നമ്മൾ, ഏതൊരു സാഹചര്യത്തെ നമ്മൾ, ഏത് ക്രിയയെ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചാലും അത് കൂടുക ചെയ്യാം. അപ്രസക്തമായി തീരണം. അപ്രസക്തമായി തീരുമ്പോൾ അത് ഉപേക്ഷിതമാകും. ഈ രീതിയിൽ നീ കാമ്യബുദ്ധിയെ ത്യജിച്ചാലും കാമ്യേ മതിസ്ത്യജ്യതാം. തുടർന്നാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പാപൗഘ പരിധൂയതാം. ഇന്നലെ വായിച്ചു വെച്ചു ആ ഭാഗം. പാപൗഘ, ഓഘം കൂട്ടം, പാപസമൂഹം. പാപസമൂഹത്തെ, എന്താ പാപം? നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും അപരാധങ്ങളെ ചെയ്യും. ചെയ്യുന്ന അപരാധങ്ങളുടെ ഫലമായിട്ട് പാപം ഉണ്ടാവും. എന്താ അപരാധം? അരുത് എന്ന് വിലക്കപ്പെട്ടത് ചെയ്യുമ്പോൾ അതൊരപരാധമാണ്. ചെയ്യണം എന്ന് വിധിക്കപ്പെട്ടത് ചെയ്യാതിരിക്കുമ്പോൾ അതൊരപരാധമാണ്. പലപ്പോഴും പലതരത്തിൽപ്പെട്ട കാമങ്ങൾക്ക് വശകരായിട്ട്, പലതരത്തിൽപ്പെട്ട പ്രലോഭനങ്ങൾക്ക് വശകരായിട്ട് നമ്മൾ ഈ രണ്ടും ചെയ്തു പോവാറുണ്ട്. ചെയ്യണമെന്ന് വിധിക്കപ്പെട്ടത് ചെയ്യില്ല, ചെയ്യരുതെന്ന് നിഷേധിക്കപ്പെട്ടത് ചെയ്യും. ഇത് അപരാധമാണ്. ആര് തന്നെ അപരാധം ചെയ്താലും, ആരുമാട്ടെ, അതിൻ്റെ ഫലമായിട്ട് പാപം ഉണ്ടാവും. പാപം അന്തഃകരണത്തെ കൂടുതൽ കൂടുതൽ മലീമസമാക്കുന്നു, മലിനമാക്കി തീർക്കുന്നു. അതെ, നമ്മുടെയൊക്കെ അന്തഃകരണത്തെ കൂടുതൽ കൂടുതൽ അശുദ്ധമാക്കി തീർക്കുന്നു പാപം. അതാണ് പാപവാസനകൾ. പാപസംസ്കാരങ്ങൾ, പാപവാസനകൾ നമ്മുടെ വ്യക്തിത്വത്തെ മലീമസമാക്കും. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഉള്ള പാപം എന്നത് നമ്മൾ തന്നെ സഞ്ചയിച്ചതാണ്, വേറെ ആരും തന്നതല്ല. നമ്മൾ തന്നെ കർമ്മം ചെയ്യാതെയും വികർമ്മം ചെയ്തും ആ അപരാധത്തിലൂടെ സഞ്ചയിക്കുന്നതാണ് പാപം. അതുകൊണ്ട് സത്കർമാചരണങ്ങളെ കൊണ്ട്, സദ്വിചാരങ്ങളെ കൊണ്ട് നമ്മൾ തന്നെ സഞ്ചയിച്ചിട്ടുള്ള പാപത്തെ നമ്മൾ കഴുകിക്കളയണം. നമ്മുടെ അന്ധകരണത്തെ നമ്മൾ പരിശുദ്ധമാക്കണം. ഈ അന്ധകരണ ശുദ്ധിയെ നേടുന്നതിനുള്ള ഉപാധിയായി കർമ്മത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് കാമ്യേ മതിസ്ത്യജ്യതാം. കാമ്യത്തിലുള്ള ബുദ്ധിയെ നീ അതിക്രമിച്ചാലും ഉപേക്ഷിച്ചാലും, അതിന് തൊട്ട് മുമ്പ് കർമ്മത്തിലൂടെ ഈശ്വര പൂജയെ നീ ചെയ്താലും എന്ന് പറഞ്ഞു. ഈശ്വര പൂജയായി ചെയ്യുന്ന കർമ്മം, കാമ്യബുദ്ധി ഇല്ലാതെ ചെയ്യുന്ന കർമ്മം, അതിനെ കൊണ്ട് നീ പാപൗഘത്തെ കഴുകിക്കളഞ്ഞാലും, പരിധൂയതാം കഴുകിക്കളഞ്ഞാലും, ഇല്ലാതാക്കിയാലും. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരാശയമുണ്ട്. പൂർവ മീമാംസകന്മാർ
വൈദിക കർമ്മങ്ങളെ നിശ്ചയമായും അനുഷ്ഠിക്കണം എന്നനുശാസിക്കുന്നു. ഒരു കാരണവശാലും വൈദിക കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല. നിത്യകർമ്മങ്ങൾ നിത്യവും ചെയ്തിരിക്കണം. നിത്യകർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ നമുക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ നിത്യകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പാപമാണ്. സന്തോഷം ആവട്ടെ. ചെയ്താലോ? ചെയ്താൽ ഗുണമൊന്നുമില്ല. അപ്പൊ പൂർവമീമാംസകന്മാർ പറയുന്നത് നിത്യകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പാപമാണ്, ചെയ്താൽ ഒരു ഗുണമില്ല. ഇപ്പൊ ചെയ്താൽ പുണ്യമില്ലേ? നിത്യകർമ്മങ്ങൾ ചെയ്താൽ പുണ്യമില്ല. അപ്പൊ നിത്യകർമ്മങ്ങൾ ചെയ്താൽ സ്വർഗം കിട്ടില്ലേ? അതൊന്നുമില്ല. സ്വർഗം കിട്ടണമെങ്കിൽ കാമ്യകർമ്മങ്ങൾ സ്വർഗഹേതുവായിരിക്കുന്ന യാഗവിശേഷങ്ങൾ ചെയ്യണം. അപ്പൊ നിത്യകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പാപമുണ്ട്, ചെയ്താൽ പുണ്യമില്ല. ഇതാണ് പൂർവമീമാംസകന്മാരുടെ സിദ്ധാന്തം. ഇത് വേദാന്തിക്ക് സ്വീകാര്യമല്ല. നമുക്ക് പറയാനുള്ളത്, ചെയ്തില്ലെങ്കിൽ പാപമുണ്ടെങ്കിൽ ചെയ്താൽ പുണ്യമില്ല പറയാൻ പറ്റില്ല. ചെയ്താൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട പുണ്യം ഉണ്ടാവണം. അഥവാ ചെയ്താൽ പുണ്യമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടാവില്ല. അയ്യോ, അത് പറ്റില്ല, അത് ശാസ്ത്രവിരുദ്ധമാണ്. നിത്യകർമ്മം ചെയ്തില്ലെങ്കിൽ പാപമുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം. എങ്കിൽ ചെയ്താൽ പുണ്യമുണ്ടെന്ന് അംഗീകരിക്കണേന് എന്ത് പ്രയാസം? യുക്തിപൂർവ്വം ചിന്തിക്കണം. അപ്പൊ ചെയ്താൽ എന്താണ് പുണ്യം? ചോദ്യം. ഇവിടെ കർമ്മത്തിന്റെ ഫലം ശാസ്ത്രീയവും സകാമവുമായ കർമ്മങ്ങൾക്ക് അതത് കാമപ്രാപ്തി. ശ്രദ്ധിക്കുക. ശാസ്ത്രീയവും നിഷ്കാമവുമായ കർമ്മങ്ങൾക്ക് ചിത്തശുദ്ധി, അശാസ്ത്രീയങ്ങളായ കർമ്മങ്ങൾക്ക് അധോഗതി. ഇതാണ് കർമ്മഫലത്തെ വേദാന്തി സ്വീകരിക്കുന്നത്. ഇത് വ്യത്യാസമുണ്ട്. പൂർവമീമാംസകൻ പറയുന്നത് നിത്യകർമ്മങ്ങൾ ചെയ്താൽ ഒരു പുണ്യവും ഇല്ല, ചെയ്തില്ലെങ്കിൽ പാപമുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ചെയ്തില്ലെങ്കിൽ പാപമുണ്ടെങ്കിൽ ചെയ്താൽ പാപനിവൃത്തി ഉണ്ടാവണം. പാപനിവൃത്തി പുണ്യരൂപമാണ്. അതുകൊണ്ട് നിശ്ചയമായ നിത്യകർമ്മങ്ങളെ നിഷ്കാമമായി ചെയ്താൽ ചിത്തശുദ്ധി രൂപമായ ഫലം ഉണ്ട് എന്നാണ് വേദാന്തിക്ക് പറയാനുള്ളത്. സകാമമായ കർമാചരണത്തിന് അതത് കാമപ്രാപ്തിയെ നീ ഫലം പറഞ്ഞോളൂ. വ്യത്യസ്തങ്ങളായ കാമങ്ങളോടുകൂടി എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അഥവാ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾക്ക് അതത് കാമപ്രാപ്തി പറഞ്ഞോളൂ, വിരോധമില്ല. പക്ഷെ നിഷ്കാമമായ കർമാചരണത്തിന് നിശ്ചയമായും ഫലം പറയണം. അതെന്താണ്? എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് പിന്നെ അത് വന്നു ചേരുമെന്ന് പറയാൻ പറ്റില്ല. എനിക്കൊരു വസ്തുവിൽ ആഗ്രഹമില്ലെങ്കിൽ അത് ഞാൻ സ്വീകരിച്ചോളണം എന്ന് നിർബന്ധിക്കാൻ ആർക്കും അധികാരമില്ല. ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് അത് വിപരീതമാണ്. അപ്പോൾ ആഗ്രഹമില്ലാത്തവന്റെ കർമ്മഫലം എന്ത്? ആഗ്രഹമില്ലാത്തവന്റെ കർമ്മഫലം ചിത്തശുദ്ധിയാണ്. അവന്റെ അന്ധക്കരണം ശുദ്ധമായി തീരുന്നു. ഇതാണ് ഗീതാകാരനൊക്കെ വളരെ വിസ്തരിച്ചിട്ടുള്ളത്. യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത്വാ ആത്മശുദ്ധയേ. അന്ധക്കരണത്തിന്റെ ശുദ്ധിക്കായിക്കൊണ്ട് സംഘം വെടിഞ്ഞ് യോഗികൾ കർമ്മം ചെയ്യുന്നു. ന കർമ്മ ലിപ്യതേ നരേ എന്ന് ശ്രുതിയുടെ സമ്മതിയും ഈ വിഷയത്തിലുണ്ട്. ശ്രദ്ധിക്കുക.
അതുകൊണ്ട് നിഷ്കാമവും ശാസ്ത്രീയവുമായ കർമാചരണത്തിൻ്റെ ഫലം ചിത്തശുദ്ധിയാണ്. ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ചിത്തശുദ്ധി അല്ലെങ്കിൽ ചിത്തശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ? നമ്മൾ തന്നെ വിലക്കപ്പെട്ട ഓരോ വികർമ്മത്തെയും ചെയ്യുന്നതിലൂടെ കൂടുതൽ കൂടുതൽ നമ്മുടെ അന്ധഃകരണത്തെ മലിനമാക്കി തീർക്കുകയാണ്. ഈ മാലിന്യങ്ങൾ ഓരോന്നിനെ കഴുകിക്കളയലാണ് ചിത്തശുദ്ധി പറഞ്ഞാൽ, മറ്റൊന്നല്ല, വേറെന്താ? അപ്പൊ നിഷിദ്ധകർമ്മങ്ങളെ ചെയ്യാതിരിക്കുക, വിഹിത കർമ്മങ്ങളെ ഫലകാമനയില്ലാതെ ചെയ്യുക എന്നതുകൊണ്ട് സ്വാഭാവികമായി അഥവാ സഹജമായി ചിത്തശുദ്ധി വരും. ചിത്തശുദ്ധി വരിക എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ സഞ്ചിതമായ പാപ സംസ്കാരങ്ങളെ നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ്. ഇതിന് നീ കർമ്മങ്ങളെ വിനിയോഗിച്ചാലും, ഇവിടെ ഒരു ചോദ്യം വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നീ കർമ്മത്തെ ആചരിക്കണ്ട എന്ന് ഗുരുനാഥൻ പറഞ്ഞില്ല. കർമ്മത്തെ ആചരിക്കൂ. ആചരിച്ചിട്ട് ആ കർമാചരണത്തെ കൊണ്ട് ഈശ്വരാരാധന ചെയ്യൂ. അങ്ങനെ ഈശ്വരാരാധനയായി അതിനെ തീർക്കുമ്പോൾ കാമ്യത്തിലുള്ള ബുദ്ധിയെ നീ അതിക്രമിക്കൂ എന്ന് പറഞ്ഞു. ഇപ്പൊ കാമ്യബുദ്ധിയെ അതിക്രമിച്ചുകൊണ്ട് ഈശ്വരോപാസനാപരമായി കർമ്മം ചെയ്യുന്നതിലൂടെ ഞാൻ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? ഇതായിരിക്കണം ഉദ്ദേശിക്കേണ്ടത്. പാപൗഘ പരിധൂയതാം, പാപസമൂഹത്തെ കഴുകിക്കളഞ്ഞാലും. ഇതിനായിരിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഇതിനായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ അഖിലവും ആചരിക്കുന്നത്. പാപസമൂഹത്തെ കഴുകിക്കളഞ്ഞാലും നമുക്ക് കഴുകിക്കളയാൻ സാധിക്കും. എന്തുകൊണ്ട്? നമ്മൾ തന്നെയാണ് സഞ്ചയിച്ചത്. അഥവാ ഈശ്വരൻ തന്നതാണെങ്കിൽ നമുക്ക് കഴുകിക്കളയാൻ പറ്റില്ലായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ ആചരണങ്ങളിലൂടെ, അതായത് കർമ്മ അനനുഷ്ഠാനത്തിലൂടെയും വികർമ്മ അനുഷ്ഠാനത്തിലൂടെയും നമ്മൾ തന്നെ സഞ്ചയിച്ചതാ. അതുകൊണ്ട് നമുക്ക് തന്നെ സത്കർമാചരണത്തിലൂടെ കഴുകിക്കളയാൻ സാധിക്കും. പാപൗഘ പരിധൂയതാം. വ്യക്തമാണല്ലോ. എപ്പോഴും ഏതൊരു കർമ്മം ആചരിക്കുന്ന സമയത്തും ഉള്ളിലിരുന്ന് ഒരാളിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, വേണ്ടാട്ടോ, ചെയ്തോളൂട്ടോ, ഇല്ലേ? അതെ, ഉണ്ട്, സംശയമൊന്നുമില്ല. അതിൻ്റെ ചെയ്യരുത് എന്ന വിലക്കിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അപരാധമാണ്. ആ അപരാധത്തിന്റെ ഫലമായി പാപമാകുന്ന മാലിന്യം അടിഞ്ഞുകൂടും. അതുകൊണ്ട് അന്ധഃകരണത്തെ മലീമസ്മാക്കുന്ന കർമ്മങ്ങളാണ് പാപകർമ്മങ്ങൾ. അന്ധഃകരണത്തിന്റെ മാലിന്യം കഴുകിക്കളയുന്ന കർമ്മങ്ങളാണ് പുണ്യകർമ്മങ്ങൾ. അല്ലാതെ ഇന്നതാണ് പുണ്യം, ഇന്നതാണ് പാപം എന്ന് നിരപേക്ഷമായി പറയാൻ ആർക്കും സാധിക്കില്ല. എന്താ പുണ്യകർമ്മം, എന്താ പാപകർമ്മം എന്ന് നിരപേക്ഷമായിട്ട് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാപേക്ഷമായിട്ടല്ലേ സാധിക്കൂ. ചിന്തിക്കുക. അതുകൊണ്ട് ഈ കർമ്മത്തിലൂടെ നീ പാപൗഘ പരിധൂയതാം, പാപത്തിന്റെ കൂട്ടത്തെ പരിധൂയതാം, നല്ലപോലെ കഴുകിക്കളയൂ. കഴുകിക്കളയാൻ സാധിക്കും. എന്തുകൊണ്ട്? നാം തന്നെ സഞ്ചയിച്ചതാണ്. അങ്ങനെ നമ്മളിലെ മാലിന്യങ്ങൾ നീങ്ങുന്നതിനനുസരിച്ചാണ് നമുക്ക് കൂടുതലായി വിചാര സാമർഥ്യം വരുന്നത്, സൂക്ഷ്മ വിചാര ശേഷി വരുന്നത് നമ്മുടെ അന്ധകരണ ശുദ്ധമാകുന്നതിനനുസരിച്ചാണ്. അതെ, ശുദ്ധമാകുന്നതിനനുസരിച്ച് വിചാരം വർദ്ധിക്കുന്നു, സൂക്ഷ്മ വിചാരശേഷി വർദ്ധിക്കുന്നു. അങ്ങനെ വിചാരശേഷി വർദ്ധിക്കുന്ന ആളോടാണ് പറയുന്നത് ഭവസുഖേ ദോഷോനുസന്ധീയതാം. ഭവസുഖേ, ഭവസുഖത്തിൽ, ദോഷം അനുസന്ധീയതാം, അനുസന്ധാനം ചെയ്താലും. ഭവസുഖം, ഭവത്തിലുള്ള സുഖം,
സംസാര സുഖം. വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കുന്ന ഈ കറക്കം, ഇത് തന്നെയാണ് ഭവം. ഈ ഭവത്തിൽ പല സുഖങ്ങളുണ്ട്. ആ സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ടമോടുന്നത്. ഇതിനെ പ്രാപിച്ച സുഖം ഉണ്ടാവും, അതിനെ പ്രാപിച്ച സുഖം ഉണ്ടാവും. ഈ ലോകത്തിലും പരലോകത്തിലും എന്തൊക്കെ സുഖങ്ങളാണ്. ഈ ലോകത്തിൽ പല ജാതി സുഖങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുന്നുണ്ട്. എന്നിട്ടൊന്നും തൃപ്തി വരാതെ മരിച്ചുപോയാൽ കൂടുതൽ സുഖം ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു സ്വർഗത്തെ സങ്കല്പിച്ചുണ്ടാക്കുന്നുണ്ട്. അവിടെ കുറേ ഡിഗ്രി കൂടിയ സുഖങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. അല്ലാണ്ട് പുതിയ സുഖത്തെ സങ്കല്പിക്കാൻ നമുക്ക് കഴിയില്ല. കഴിയോ? നോക്കൂ, നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ് ഈ ലോകത്തിലുള്ളതെങ്കിൽ മരിച്ചു പോകുമ്പം പുതിയ ഏതെങ്കിലും ഇന്ദ്രിയം ഉണ്ടാവുമെന്ന് ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. അപ്പം ഇനി അവിടെ ചെന്നാലും നമുക്ക് എത്ര സുഖങ്ങളെ അറിയാൻ കഴിയൂ? ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ അറിയണത് തന്നെ അറിയാൻ കഴിയൂ. ഇവിടെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഒരു മധുരമൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി കേൾക്കാനൊരു സുഖം ഉണ്ടാവുകയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി കാണാനൊരു സുഖം ഉണ്ടാവുകയായിരിക്കും. പക്ഷെ കാണുക, കേൾക്കുക, രുചിക്കുക, മണക്കുക, വാസനിക്കുക, സ്പർശിക്കുക എന്നല്ലാതെ കണ്ട് പുതിയൊരു അനുഭവത്തെ നേടാനുള്ള ഇന്ദ്രിയം നമുക്ക് ഉണ്ടാവുന്നു എന്നൊരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ലോകത്തിലുള്ള ഇന്ദ്രിയജനിതങ്ങളായ സുഖങ്ങളും ആ ലോകത്തിലുള്ള ഇന്ദ്രിയജനിതങ്ങളായ സുഖങ്ങളും ഇതൊക്കെ ഭവത്തിൽപ്പെട്ടത് തന്നെയാണ്. ഈ സംസാരത്തിൽപ്പെട്ടത് തന്നെയാണ്, ഭവിക്കുന്നതാണ്. ഭവസുഖം, ഭവിക്കുന്ന സുഖം എന്ന് പറയാം. അതായത് എന്തെങ്കിലും ക്രിയയിലൂടെ നിഷ്പന്നമാകുന്ന സുഖത്തെയും ഭവസുഖം എന്ന് പറയാം. സംസാര സുഖത്തെയും ഭവസുഖം എന്ന് പറയാം. ഈ ഭവസുഖത്തിലുള്ള ദോഷത്തെ അനുസന്ധാനം ചെയ്താലും സുഖമില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സുഖം നേടാനും ദോഷമാണ്, കഷ്ടമാണ്. സുഖം പോയാലും കഷ്ടമാണ്. ഈ സുഖമാകട്ടെ ആപേക്ഷികവുമാണ്. വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു സുഖം ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്കാണ് വേറൊരാളെ നോക്കുമ്പോൾ അവൻ എന്നേക്കാൾ സുഖം ഉണ്ടല്ലോ തോന്നുമ്പോഴത്തേക്ക് എൻ്റെ സുഖത്തിന് കുറച്ചൊരു കുറവ് സംഭവിക്കുന്നുണ്ട്. കാരണം ഈ സുഖം എന്നുള്ളത് ആപേക്ഷികമാണ്. മാത്രവുമല്ല, ഞാൻ നേടിയ സുഖങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടും. നഷ്ടപ്പെടാത്തൊരു സുഖവും നേടപ്പെട്ടിട്ടുമില്ല. ചിന്തിക്കുക, ഏത് സുഖം നേടി പറഞ്ഞാലും അത് നഷ്ടപ്പെടും. നേടാനൊക്കെ കഷ്ടപ്പാട് തന്നെ, പക്ഷെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെ വിഷമകരമാണ്, ഇല്ലേ? ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ഉള്ളതായ സുഖാവസ്ഥകളൊക്കെ ഇല്ലാണ്ടാവുമല്ലോ ഭഗവാനെ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വിഷമം നമുക്ക് വരുന്നില്ലേ? ഉണ്ട്, സംശയമൊന്നുമില്ല. അപ്പോൾ ആപേക്ഷികങ്ങളാണ്. ഉണ്ടാകുന്നവയും നശിക്കുന്നവയുമാണ്. അപ്പോൾ ഉണ്ടായി നശിക്കുന്നതും ആപേക്ഷികങ്ങളുമായ സുഖങ്ങളാണ് ഭവസുഖങ്ങൾ. അതിൽ പലവിധ ദുഃഖങ്ങളുണ്ടെന്ന് നീ മനസ്സിലാക്കൂ, ദോഷങ്ങളുണ്ടെന്ന് നീ മനസ്സിലാക്കൂ. ഇതനുസന്ധാനം ചെയ്യൂ. ഭവിച്ചവയൊക്കെ തന്നെ നശിക്കുമെന്നുള്ളത് തന്നെ അതിൻ്റെ ദോഷമാണ്. ഭവിച്ചവയൊക്കെ നശിക്കും. അപ്പം നശിക്കുന്നവയൊക്കെ താത്കാലികമാണ്. ഈ താത്കാലികങ്ങളായ സുഖങ്ങളുടെ പിന്നാലെ നീ ഇങ്ങനെ നട്ടോട്ടോടല്ലേ? നീ ഒന്ന് ചിന്തിക്കൂ, ഇതിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന്. എന്തൊക്കെയാ ഭവസുഖങ്ങൾ? ധനം കൊണ്ടുള്ളതാവാം, സ്ത്രീയെ കൊണ്ടുള്ളതാവാം, പുരുഷനെ കൊണ്ടുള്ളതാവാം, എന്തെങ്കിലും വിഷയങ്ങളെ കൊണ്ടുള്ളതാകാം. ഇതൊക്കെ അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ വല്ലപ്പാ, അധികമൊന്നും ചിന്തിക്കേണ്ട. ഏറെ വിചാരത്തിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം ആപേക്ഷികങ്ങളാണ്. അതുകൊണ്ട് ഒരു ദോഷത്തെ നീ കണ്ടാലും, അപ്പൊ ചോദ്യം അവിടെ വരും, ഈ ദോഷത്തെ കാണുക എന്നുള്ളൊരു ദൃഷ്ടി വേണോ? ഇതിനപ്പോൾ ദോഷത്തെ കാണുന്നത് ഉള്ള പോലെ കണ്ടാൽ മതി. ദോഷത്തെ കാണണം എന്ന് ഇവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇതിനെ ദോഷത്തെ കാണുക, ദോഷദൃഷ്ടി പാടില്ല എന്നല്ലേ ആചാര്യന്മാരൊക്കെ പറയണത്. ശരി, ദോഷദൃഷ്ടി വേണ്ട, എന്നാൽ യഥാതഥമായ ദൃഷ്ടി ഉണ്ടായാൽ മതി. എങ്ങനുണ്ടോ അങ്ങനെ കാണുക. ഈ വേണ്ടാത്ത ദൃഷ്ടിയൊന്നും ഉണ്ടാക്കണ്ട. ഇത് വലിയ സുഖമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൽപ്പിച്ചുണ്ടാക്കണത് അല്ലേ? ചിന്തിച്ചു നോക്കും. എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരണത്.
ഒരു സുന്ദരിയുടെ മൂക്ക് എന്തുപോലെയാന്ന് പറഞ്ഞു? എന്തോ ഒരു പൂവ്, എന്ത് പോവാ? എള്ളിൻ്റെ പൂവ് പോലെയാണ്. കണ്ണെന്തൊരു സുന്ദരമാണ് ഭഗവാനെ. പല്ല് നല്ല മുല്ലപ്പൂവ് മുട്ട് പോലെയാണ്. ഇങ്ങനെ ഓരോ അംഗവും പ്രത്യംഗവും വർണ്ണിക്കുമ്പോഴത്തേക്ക് ഞാൻ അറിയാണ്ടതിലങ്ങ് വീണു പോവുക കേട്ടപ്പോഴത്തേക്ക്. അതെ, ഇത് വേണ്ട, നീ ദോഷം കാണണ്ട, ഒട്ടില്ലാത്തതും കാണണ്ട. മൂക്ക് പോലെ തന്നെയാ, കണ്ണ് പോലെയാ, അല്ലാണ്ടെന്താ? മറ്റു സങ്കല്പത്തിന്റെ ലോകത്തിൽ കഴിയുമ്പോൾ ആകെ ഭ്രമമാണ് വരുന്നത്. ഇല്ലാത്തതിനെ നീ സങ്കല്പിക്കണം. മൂക്ക് പോലെ ഇല്ലാണ്ട് മൂക്ക് എള്ളും പൂ പോലെയാ. എള്ളും പൂ മൂക്ക്. സ്വാമി, അത് നിങ്ങളെപ്പോൾ അരസികന്മാർക്ക് പറഞ്ഞതാണ്. അല്ല, മറ്റതൊരു കൽപ്പനാ ലോകത്ത് ജീവിക്കാന്നല്ല, തമാശ പറയാൻ വിചാരിക്കരുത്. നമ്മളെ ആശുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ഒരാൾ, ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, മകനും ഡോക്ടറാണ്, മകൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ ഡോക്ടറാണെന്ന് മാത്രമല്ല, അദ്ദേഹം ആന്ധ്രാപ്രദേശിലുള്ള ആളാണ്. 500 ഏക്കർ ഭൂമിയുണ്ട് അവർക്ക്. ഈ ഭൂപരിഷ്കരണ നിയമമൊന്നും അവിടെ ഇല്ലല്ലോ. 500 ഏക്കറിലധികം ഭൂമിയുണ്ട്. വലിയ സമ്പന്നനാണ്, നല്ല പ്രാക്ടീസുള്ള ഡോക്ടറാണ്. അയാള് 34 വയസ്സായി, കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കണോ. എവിടെ പോയാലും അയാൾക്ക് പിടിക്കില്ല, എവിടെ പോയാലും. അങ്ങനെ ഈ കൂട്ടുകാരൻ അച്ഛൻ മുഖേന ആശ്രമമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഡോക്ടറെ കൊണ്ട് വന്നിരുന്നു ആശ്രമത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇയാളുടെ കുറച്ചു നേരം സംസാരിച്ചു നോക്കി. പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഡോക്ടറാണ്, ശ്രദ്ധിക്കുക. പോസ്റ്റ് ഗ്രാജുവേറ്റാണ് അദ്ദേഹം, MD കഴിഞ്ഞ ആളാണ്. ഇയാളോട് സംസാരിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇയാൾക്ക് ജീവിതകാലത്ത് കല്യാണം കഴിയാൻ പോകുന്നില്ല. കാരണം ഇയാൾ സങ്കല്പത്തിൽ ഒരു സ്ത്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ത്രീ ലോകത്തിലുണ്ടാവില്ല. അത് ഒരു സിനിമാ നടീൻ്റെ ഒരു മൂക്ക്, വേറൊരു സിനിമാ നടിയുടെ കണ്ണ്, വേറെ സിനിമാ നടിയുടെ ചുണ്ട്, വേറെ സിനിമാ നടിയുടെ ചെവി, ഇതെല്ലാം കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ സംസാരിച്ചപ്പോഴത്തേക്ക് ഇയാളുടെ ഉള്ളുകള്ളി മുഴുവൻ കിട്ടി. അപ്പം ഇങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നിങ്ങൾ ബ്രഹ്മാവായിട്ട് ഈ സങ്കല്പങ്ങളൊക്കെ തികഞ്ഞൊരു സ്ത്രീനെ ഉണ്ടാക്കേണ്ടി വരും, അല്ലാണ്ട് ലോകത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തമ്മിൽ ഭേദമുള്ളൊരു പെണ്ണി നമ്മൾ തിരഞ്ഞെടുക്കുക. ഇതിലേതെങ്കിലും ഒരംഗമുള്ള, ഒന്നുകിൽ നിങ്ങൾ വിചാരിക്കണ ചുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണ കണ്ണ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണ ചെവി, എന്തെങ്കിലും ഒന്നുള്ളൊരു സ്ത്രീയെ നമുക്ക് തിരഞ്ഞെടുക്കാം. അല്ലാതെ ഇതെല്ലാം കൂടി ചേർന്ന ആൾ ലോകത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. നോക്കണേ, അയാൾ വിവരമില്ലാത്ത ആളാ, ഒന്നുമല്ല, അയാൾ വിവരമുള്ള ആളാണ്. MD കഴിഞ്ഞൊരു ഡോക്ടറാണ്, നല്ല പ്രാക്ടീസും ഉണ്ട്, കോടീശ്വരനാണ്. പക്ഷെ അയാൾ എത്ര കൊല്ലാ പെണ്ണിനെ അന്വേഷിച്ചത്, കിട്ടിയിട്ടില്ല. ഏതായാലും വിവരം കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞപ്പോൾ വിവരം വന്നു, സ്വാമി എൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, ആന്ധ്രയിൽ തന്നെയാണ്. സന്തോഷം, വളരെ നന്നായി. സങ്കല്പമാണെന്ന് ഇതിലില്ലാത്ത സങ്കല്പിച്ചിട്ട് വെറുതെ ഭ്രമിക്കണതിനുള്ളതുള്ള പോലെ സങ്കല്പിക്കുക. എന്നാൽ ഈ ഭ്രമം ഒഴിവാകും. സംശയം ഇല്ല ഈ വിഷയത്തിൽ. അപ്പോഴൊരു സുന്ദരിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ, ശങ്കരാചാര്യസ്വാമികൾ തന്നെയാണ്. ലോകസുന്ദരിയാണ്. അല്ലോ, സാമാന്യ സുന്ദരിയൊന്നുമല്ല, അസാമാന്യ സുന്ദരിയാണ്. സുന്ദരിയെ കൊണ്ടുവന്നു, അടുത്ത് നിർത്തി. തിരക്കില്ല, നല്ലതാ, നീ ഒന്ന് മൂക്ക് പിഴിയാ സുന്ദരി. അവളെ മൂക്കൊന്ന് പിഴിഞ്ഞു, ഒന്ന് കാർക്കിച്ചിട്ടൊന്ന് തുപ്പാൻ പറഞ്ഞു. ലോകസുന്ദരിയാണ്. എന്താ കാർക്കിച്ചപ്പോൾ കിട്ടിയത്? കഫമാണ്. മൂക്ക് പിഴിഞ്ഞപ്പോൾ ശ്ലേഷ്മമാണ്. ശ്ലേഷ്മോദ്ഗാരി മുഖം ശ്രവൻ മലവതീ നാസ. ഇതിനെ കൊണ്ടാണല്ലോ ഞാൻ എള്ളിൻ്റെ പൂവെന്നൊക്കെ നേരത്തെ പറഞ്ഞത്. സാധനം അതല്ലേ. ഇപ്പൊ കണ്ണൊന്ന് പരിശോധിച്ചു. എന്താ സുന്ദരി, ഇതിനെ കണ്ണൊന്ന് നോക്കട്ടെ. അശ്രുമല്ലോചനം. ഇപ്പൊ തന്നെ ഏകദേശമൊക്കെ മതിയായി.
പിന്നെ കുറച്ചു നേരം സുന്ദരിയോടുകൂടി നടക്കാൻ ഞാൻ തീരുമാനിച്ചു. നീ നോക്കണില്ല, നോക്കിയാലൊക്കെ അബദ്ധ. നടക്കാൻ തീരുമാനിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സുന്ദരിക്ക് വിയർപ്പ് വരുന്നുണ്ട്, നല്ലപോലെ വിയർക്കുന്നുണ്ട്. അതാണ് സ്വേദസ്രാവി, പുറത്തേക്ക് സ്വേദത്തെ സ്രവിക്കുന്നത്, പുറത്തേക്ക് വിയർപ്പിനെ. നല്ല സുഖമാണല്ലോ വിയർപ്പ്. അപ്പോൾ ഇതിങ്ങനെ നല്ല സുഖമില്ലാത്തൊരു വസ്തു പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ചിന്തിച്ചു. മലാഭിപൂർണം, മലം നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ തൊലീൻ്റെ ഉള്ളിൽ മാംസം, പേശികൾ, രക്തം, അതിന് എന്തൊക്കെ കുഴലില്ല ഭഗവാനെ, എല്ല്, മജ്ജ, ഇങ്ങനെയാണ്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ആലോചിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൂത്രം, മലം, ഇതെല്ലാം കൂടി നിറച്ചു വെച്ചൊരു പാത്രം. മജ്ജാസ്തി, മാംസ, മല, മൂത്ര പാത്രം. ഇതാണിപ്പത്. അഭിതഹ, രണ്ട് പ്രകാരത്തിലും ദുർഗന്ധ ദുഷ്ടം വപോ, ദുർഗന്ധം കൊണ്ട് ദുഷിച്ചതാണ് ഈ ശരീരം. രണ്ട് പ്രകാരത്തിൽ എന്ന് പറഞ്ഞാൽ പുറത്തും അകത്തും. ഇതിലിപ്പോൾ ആർക്കും സംശയം ഉണ്ടാവാൻ ഇടയില്ല. എന്നിട്ട് പറയാണ് അന്യത് വക്തുമശക്യമേവ. ഇനി ബാക്കിയും കുറെ പറയാനുണ്ട്, അതൊന്നും പറയാൻ കൊള്ളില്ല. അന്യത് വക്തുമശക്യമേവ. അപ്പൊ ചിലർ ചിന്തിക്കുക എന്താന്നാവോ അത്, മനസാ മന്തും ക്വചിതിനർഹതി, ചിന്തിക്കാൻ പോലും കൊള്ളില്ല. ഇതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ, അതുണ്ടെങ്കിലാവാം, വിരോധമൊന്നുമില്ല. അപ്പോൾ ഇതാണ് സ്ഥിതി. ശ്രേഷ്മോദ്ഗാരി മുഖം സ്രവൻ മലവതി നാസാശ്രുമല്ലോചനം ശ്വേതസ്രാവിമലാഭിപൂർണമഭിതോ ദുർഗന്ധദുഷ്ടം വപു. അന്യത് വക്തുമശക്യമേവ മനസാ മന്തും ക്വചിന്നാർഹതി. ചിന്തിക്കാൻ പോലും കൊള്ളില്ല. ഇതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് ആലോചിക്കേണ്ടെന്നാണ് പറയണത്. സ്ത്രീ രൂപം, ഇതെന്തുകൊണ്ടാ? പുരുഷനോട് ഉപദേശിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞേ. സ്ത്രീയോട് ഉപദേശിക്കുമ്പോൾ പും രൂപം, അത് വേണം. അല്ലാണ്ട് സ്ത്രീകളെ മാത്രം അങ്ങനെ പറഞ്ഞോട് നമുക്ക് യോജിപ്പില്ല. ശിഷ്യനോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ശിഷ്യയോടാ പറയണത് വെച്ചാൽ പും രൂപം. കഥമീദൃശം സുമനസാം പാത്രീ ഭവേന്നേത്രയോ. ഇങ്ങനെയുള്ള സ്ത്രീരൂപം അഥവാ ഇങ്ങനെയുള്ള പുരുഷരൂപം എങ്ങനെയാണ് ബുദ്ധിയുള്ളവരുടെ കണ്ണുകൾക്ക് വിഷയമാകുന്നത്? ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണയിലെ പോയാൽ മതി, അപ്പോൾ കണ്ണ് രണ്ടും പോയി. അല്ലെങ്കിൽ ഒരാണിതിലെ പോയാൽ മതി, കണ്ണ് രണ്ടും അങ്ങോട്ട് പോയി. ഇത് പെന്താപ ഭഗവാനിത്. അപ്പോൾ ഇവിടെ നീ ദോഷം കാണൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദോഷം കാണൂ ഗുണം കാണുന്നൊന്നും അല്ല. ഉള്ളതുപോലെ ഒന്ന് കാണുക, ഉള്ളതുപോലെ ഒന്നത് കാണാൻ പഠിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ഇത് സ്ത്രീ പുരുഷൻ മാത്രമല്ല, ഏത് വിഷയമാണ്. ഈ സംസാരത്തിലെ സുഖമായി നീ ഏതിനെ മനസ്സിലാക്കുന്നു? എല്ലാം ഭോഗപ്രധാനമാണ്. ഭോഗപ്രധാനമായ എല്ലാം നമ്മളെ ക്ഷയിപ്പിക്കുന്നേ ഉള്ളൂ. അതെ, പലപ്പോഴും നമ്മൾ ഒരു ഭോഗം കൊണ്ട് സുഖം പ്രാപിക്കാൻ കഴിയാതെ അടുത്തതിൽ സുഖം ഉണ്ടാവും എന്ന് വെച്ചാൽ കൂടുതൽ വസ്തുവകകളെ സമാഹരിക്കുന്നുണ്ട്. ഇങ്ങനെ കൂടുതൽ കൂടുതൽ വസ്തുവകകളെ സമാഹരിച്ചാൽ സുഖം ഉണ്ടാവും എന്ന് സങ്കല്പിക്കുകയാണ്. ഇല്ല. അതുകൊണ്ട് ഭവസുഖേ ദോഷോനുസന്ധീയതാം. ഭവസുഖത്തിൽ ദോഷത്തെ നീ അനുസന്ധാനം ചെയ്താലും എങ്ങനെ? വിവേകം കൊണ്ട്, വിചാരം കൊണ്ട്, ഗുണദോഷ വിചാരം കൊണ്ട്. എന്നിട്ട് ആത്മേച്ഛാവ്യവസീയതാം പറയാണ്. ആത്മേച്ഛാവ്യവസീയതാം, ആത്മേച്ഛയെ നീ ഉറപ്പിച്ചാലും ഭൗതികങ്ങളായ സുഖഭോഗ വസ്തുക്കളുടെ പിന്നാലെ നീ പരക്കം പായുന്നത് മതി. അതിലുള്ള ദോഷദൃഷ്ടി നിനക്ക് കൈവരിച്ചോ? ഇനി നീ നിന്നിലേക്ക് തിരിയൂ. നിന്നിൽ നിന്ന് പുറമേക്ക് നീ പല പല വിഷയങ്ങളിലേക്ക് കുറെ കാലമായില്ലേ നെട്ടോട്ടം ഓടുന്നു. കുറച്ച് നീ നിന്നിലേക്ക് തിരിയൂ. ആത്മേച്ഛ, തൻ്റെ ഇച്ഛ. തന്നിൽ നിന്ന് രണ്ട് വസ്തുക്കളേ ഉള്ളൂ. ഒന്ന് തന്നിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മൾ ഓടുന്നു. ഇത്രയും കാലം ഓടിയിട്ട് എന്ത് കിട്ടി? ആകെ ഒരു ബാക്കി പത്രം എടുത്തു നോക്കിയപ്പോൾ എന്താ ഉള്ളത്?
അല്ല, ആത്യന്തിക സുഖം ഉണ്ടായി എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു വിരോധവും ഇല്ല, അവരോട് ശാസ്ത്രം ഒന്നും പറയുന്നില്ല. പക്ഷെ ഇന്ന് വരെ ലോകത്തിലൊരു മനുഷ്യൻ വിഷയത്തിന് പിന്നാലെ പോയിട്ട് പൂർണ്ണ സുഖമായി എന്ന് പറഞ്ഞ് ഉപരമിച്ചിട്ടില്ല. ലക്ഷ്യപ്രാപ്തിയിൽ യാത്ര നിൽക്കുന്നുണ്ട്, ലക്ഷ്യപ്രാപ്തിയിൽ യാത്ര നിൽക്കുന്നുണ്ട്. അപ്പോൾ പരിപൂർണ സുഖമായി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ സുഖാന്വേഷണം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇന്ന് വരെ ഭൗതികമായ ഒരു വസ്തുഭോഗത്തിന് പിന്നാലെ പോയിട്ട് മനുഷ്യന്റെ സുഖാന്വേഷണം നിന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പൂർണ്ണമായി ഇല്ല, ഇതുകൊണ്ടാവില്ല എന്ന് മനസ്സിലാക്കി നിന്നിട്ടേ ഉള്ളൂ. അല്ലാണ്ട് പൂർണ്ണമായി എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടില്ല. അല്ല, ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ ചരിത്രത്തിൽ നിന്നോ പുരാണങ്ങളിൽ നിന്നോ ഇതിഹാസങ്ങളിൽ നിന്നോ നമ്മുടെ വർത്തമാന സമൂഹത്തിൽ നിന്നോ എടുത്ത് കാണിക്കാൻ കഴിയണം. ഇല്ല, സാധ്യമല്ല. അതുകൊണ്ട് ഈ വിഷയങ്ങളിലേക്ക് നെട്ടോട്ടമോടിയിലെ എത്ര കാലവും നിൽക്കവിടെ, കുറച്ചൊന്നകത്തേക്ക് പോകും. ആത്മേച്ഛാവ്യവസീയതാം, താൻ ആര് എന്നറിയാനുള്ള ഇച്ഛ. എന്താണ് തൻ്റെ സ്വരൂപം? ഇവിടെ രണ്ട് പദാർത്ഥങ്ങളാണല്ലോ ഉള്ളത്. ദൃഗ്ദൃശ്യൗ ദ്വൗ പദാർത്ഥൗ സ്തഃ പരസ്പര വിലക്ഷണവും. പരസ്പര വിലക്ഷണങ്ങളായി രണ്ട് പദാർത്ഥങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു, ദൃക്കും മറ്റൊന്ന് ദൃശ്യം. ദൃക്ക് കാണുന്നവൻ, ദൃശ്യം കാണപ്പെടുന്നത്. അപ്പൊ ഈ കാണപ്പെടുന്ന വെച്ചാൽ ഉപലക്ഷണാർത്ഥത്തിലാ. കാണപ്പെടുന്ന, കേൾക്കപ്പെടുന്ന, രുചിക്കപ്പെടുന്ന, വാസനിക്കപ്പെടുന്ന, സ്പർശിക്കപ്പെടുന്ന. ഇതിന്റെ പിന്നാലെയാണ് ഞാൻ ഓടിയത്, കുറെ കാലം ഓടി. ഈ ദൃശ്യങ്ങളെ അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ അനുഭവിക്കുന്നതിൽ എനിക്ക് കരണങ്ങളുണ്ട്. കരണങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ ഉപകരണങ്ങളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ കണ്ണ് എന്ന് പറഞ്ഞാൽ കാണാനുള്ള കരണമാണ്, ഉപകരണമല്ല. കണ്ണിന് ഉപകരണം എന്ന് പറയരുത്, കരണമാണ്. അപ്പൊ എനിക്ക് കണ്ണിന്റെ കാഴ്ചക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ണട വെച്ചു. ഇപ്പൊ കണ്ണട എന്താണ്? ഉപകരണമാണ്. അതുപോലെ കാലുകൊണ്ട് ഞാൻ നടക്കുന്നു, അതിന് ഉപകരണം പടി കുത്തിപ്പിടിച്ചാണ്. അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുന്നു, അതിന് ഉപകരണം, ആ കേൾവിയെ വർദ്ധിപ്പിക്കാനുള്ളൊരു ഉപകരണം. ഇങ്ങനെ കരണങ്ങളുടെ ശക്തിയെ വളർത്താനോ തളർത്താനോ ഉള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഞാൻ ഭോഗിച്ചാൽ തന്നെയും അതെല്ലാം ദൃശ്യപദാർത്ഥങ്ങൾ തന്നെയാണ്. അതൊക്കെ ദൃശ്യമാണ്, വിഷയമാണ്. ഈ വിഷയത്തിൽ നിന്ന് നീ മാറി വിഷയിലേക്ക് തിരിയൂ. ദൃക്കിന്റെ സ്വരൂപത്തെ നീ അന്വേഷിക്കൂ. ആത്മേച്ഛാവ്യവസീയതാം. മാത്രമല്ല, ഇതിന് യുക്തിയുണ്ട്. കാരണം നമ്മളെല്ലാവരും ലോകത്തിൽ സുഖം നേടാനാണ് ആഗ്രഹിക്കുന്നത്, എല്ലാവരും സുഖം നേടാനാണ് പ്രവർത്തിക്കുന്നത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ ഇടയില്ല. സുഖത്തിന് വേണ്ടി പല വിഷയങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുകയാണ്. ഈ വിഷയത്തിൽ സുഖമുണ്ടോ? വിഷയത്തിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, വിഷയത്തെ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? വിഷയത്തിലുള്ള പ്രേമങ്ങളൊക്കെ ആത്മാർത്ഥമാണ്. ശ്രദ്ധിക്കണേ, വാക്ക് ശ്രദ്ധിക്കണം, ഭാഷ ശ്രദ്ധിക്കണം. വിഷയത്തിലുള്ള പ്രേമമൊക്കെ ആത്മാർത്ഥമാണ്, തനിക്ക് വേണ്ടിയാണ്. ഞാൻ നിന്നെ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞാൻ അതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എല്ലാത്തിനും ഞാൻ ആത്മാർത്ഥമായ സ്നേഹിക്കുന്നത്. ആത്മപ്രേമമോ അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. എനിക്ക് എന്നോടുള്ള സ്നേഹം മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. ആണോ? എനിക്ക് എൻ്റെ കുട്ടിയോടുള്ള സ്നേഹം എൻ്റെ കുട്ടിയായതുകൊണ്ടാണ്. എൻ്റെ കുട്ടി, എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. ശരി, എന്നെയോ? എന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ സ്നേഹിക്കണത്? എന്താ? അല്ല. തത്പ്രേമാത്മാർത്ഥമന്യത്ര നൈവം. തത്പ്രേമ ആത്മാർത്ഥം അന്യത്ര നൈവം. ആത്മപ്രേമം ആത്മാർത്ഥമാണ്, മറ്റൊരു വിഷയത്തിലും അങ്ങനെയല്ല. ഒക്കെ ആത്മാർത്ഥ. മറ്റൊരു വിഷയത്തെ നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രേമിക്കുന്നില്ല. ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയെ പ്രേമിക്കുന്നില്ല, ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ പ്രേമിക്കുന്നില്ല. അല്ല, ഉണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ പ്രേമിക്കണം.
അല്ലെങ്കിൽ ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയെ പ്രേമിക്കണോ? തെറ്റാണ്. തൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് താൻ ഉണ്ടാക്കിയ പരിധിയുടെ ഉള്ളിൽ അവൾ നിൽക്കുമ്പോൾ അഥവാ അവൻ നിൽക്കുമ്പോൾ അവൻ പ്രേമഭാജനമാകുന്നു, അല്ലെങ്കിൽ അവൾ പ്രേമഭാജനമാകുന്നു. താൻ സങ്കല്പിച്ച് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പരിധിയുടെ അപ്പുറത്തേക്ക് അയാൾ പോകുമ്പോഴോ ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഇല്ല. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു വിചാരിക്കാം. അപ്പോൾ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും എൻ്റെ ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ സ്നേഹിക്കട്ടെ, അതിൽ ഞാനും സന്തുഷ്ടയാണ്. കാരണം ഭർത്താവിന് സുഖം ഉണ്ടാവുകയല്ലേ വേണ്ടത്. ഏതെങ്കിലും ഭാര്യ അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടോ? അത് പറ്റില്ല. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചൊരു പരിധീൻ്റെ ഉള്ളിലാണ് ഞാൻ തളച്ചിട്ടുള്ളത്. അതുപോലെ തിരിച്ചു. അതുകൊണ്ട് എല്ലാ പ്രേമവും ആത്മാർത്ഥമാണ്, ആത്മപ്രേമവും ആത്മാർത്ഥമാണ്. അതുകൊണ്ട് നീ ഇത്രയും കാലം വിഷയങ്ങളുടെ പിന്നാലെ പോയില്ലേ, ഇത്രയും കാലം ദൃശ്യത്തിന്റെ പിന്നാലെ പോയില്ലേ? ഇനി നീ ഒരു കാര്യം ചെയ്യൂ. ആരാണ് ഈ ദൃക്ക്? ആരാണ് ഈ വിഷയി? എല്ലാത്തിനെയും അറിയുന്ന സ്വരൂപം എന്ത്? ഇത് നീ ഒന്ന് ആലോചിക്കൂ. ആത്മേച്ഛാവ്യവസീയതാം. വ്യക്താണല്ലോ ആശയം. അടുത്ത ഉപദേശം ശ്രദ്ധിക്കണം. നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം. തൻ്റെ വീട്ടിൽ നിന്ന് വേഗം പുറത്തേക്ക് പോയിക്കോളൂ. എന്തിനാ സ്വാമി ഞങ്ങളോടൊക്കെ അത് ഉപദേശിക്കാൻ നിന്നേ? ചിദാനന്ദപുരി ഈ വിഷയം തിരഞ്ഞെടുത്തേ. നിങ്ങൾ ഈ വിഷയം തിരഞ്ഞെടുത്തു, നമ്മളിത് വന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. നിജഗൃഹാത്തൂർ. ശരി, ഞങ്ങളെയൊക്കെ ഇപ്പോൾ സന്യസിപ്പിക്കാനുള്ള പുറപ്പാടല്ലേ? നിജഗൃഹാത്, സ്വന്തം വീട്ടിൽ നിന്നും, തൂർണം, പെട്ടെന്ന് തന്നെ. കാരണം ആത്മേച്ഛാവ്യവസീയത എന്ന് പറഞ്ഞു. ഈ ദൃക്കിനെ അറിയാനുള്ള അല്ലെങ്കിൽ ദൃക്കിനെ സാക്ഷാത്കരിക്കാനുള്ള ഇച്ഛയെ നീ ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ ഇച്ഛ അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, വിവിധിഷ അറിയാനുള്ള ഇച്ഛ ഉണ്ടായി കഴിഞ്ഞാൽ, തൂർണം, പെട്ടെന്ന് വിനിർഗമ്യത, പോയിക്കൊള്ളണം. പെട്ടെന്ന് പോയില്ലെങ്കിൽ പിന്നെ മാറാമെന്നാ പറയണത്. പിന്നെ വീണ്ടും മാറിപ്പോകാം. ഈ ആത്മേച്ഛയൊക്കെ വീണ്ടും ഇല്ലാതാവാം. അപ്പൊ ആത്മേച്ഛ എപ്പോഴാണോ വന്നത് ഉടനെ തന്നെ തൂർണം, പെട്ടെന്ന്. പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കരുത്. വളരെ പെട്ടെന്ന് വിനിർഗമ്യത, പുറത്തേക്ക് പോയിക്കോളൂ. എവിടുന്ന്? നിജഗൃഹ, അത് തൻ്റെ വീട്ടിൽ നിന്ന്. അതൊക്കെ അദ്വൈതാശ്രമത്തിന് എഴുതി തന്നോളൂ. എന്നിട്ട് നിജഗൃഹ തൂർണം വിനിർഗമ്യത. അങ്ങനെയാണോ? ചിന്തിക്കുക. അതന്നെയാണ് വാച്യാർത്ഥം. വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കോളൂ എന്ന് തന്നെയാ പറയണത്. ആത്മേച്ഛ എപ്പോൾ ഉറച്ചുവോ അപ്പോൾ തന്നെ പരിമിതിയിൽ ആഴ്ത്തിവെച്ച എല്ലാ പരിമിതികൾക്കും പുറത്തേക്ക് നീ പോകണം. ഇനിയും നീ പരിമിതിയിൽ കഴിയുകയാണെങ്കിൽ നിനക്കൊരിക്കലും അപരിമിത സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിജഗൃഹാതൂർണം വിനിർഗമ്യതാം, സന്യസിച്ചു പോയിക്കോളൂ എന്ന് തന്നെയാണ് പറയണത്. ഇത് നിവൃത്തി മാർഗോപദേശമാണ്, ഇത് പ്രവൃത്തി മാർഗോപദേശമല്ല. പ്രവൃത്തി മാർഗോപദേശങ്ങൾ നിരവധിയുണ്ട് വേദത്തിൽ. നമ്മൾ തന്നെ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്നാ ഓർക്കുന്നത്. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാത്മാ പ്രമദ, ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സി, സത്യാന്ന പ്രമതിതവ്യം ധർമാൻ. ഇത് ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ട്. ധർമാന്ന പ്രമതിതവ്യം ഇത്യാദി അത് പ്രവൃത്തി മാർഗോപദേശമാണ്. ഇത് നിവൃത്തി മാർഗോപദേശമാണ്. അതുകൊണ്ട് നിവൃത്തി മാർഗ നിരതനായ ആളോട് പറയുന്നു, ആത്മേച്ഛ ഉറച്ചു കഴിഞ്ഞാൽ, ആത്മജ്ഞാനേച്ഛ ഉറച്ചു കഴിഞ്ഞാൽ ഒട്ടനെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളണം. നിജഗൃഹാതൂർണം വിനിർഗമ്യതാം. ഇനി ഇവിടെ സമാധാനത്തിന് പറയുക, ഈ നിജഗൃഹാതൂർണം വിനിർഗമ്യതാം എന്നുള്ളതിൻ്റെ താല്പര്യം കൂടി മനസ്സിലാക്കുക. ഒരാള് തൻ്റെ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളതുകൊണ്ട് മാത്രം സന്യസിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എവിടെയാ വേറൊരു വീട് തരപ്പെടുക വിചാരിച്ചിട്ട് ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ട്. ഒരു കക്ഷി അയാള് കുടുംബമായിട്ട് ഭാര്യയും സന്താനവും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന കാലത്തിൽ ഇയാൾക്ക് വലിയ വിരക്തി വന്നു എന്നാണ് പറയണത്. വലിയ വിരക്തിയാ. അങ്ങനെ തൂർണം വിനിർഗമ്യത, വീട്ടിൽ നിന്ന് വേഗം പുറത്തു പോയി
പിന്നീട് ഇയാൾ സന്യസിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ സന്യസിച്ചു, പേരൊക്കെ മാറ്റി, പേരൊന്നും വിളിച്ചു പറയാൻ പോണില്ല, എന്തായാലും പേരൊക്കെ മാറ്റി സന്യാസിയായി. ഇപ്പം വീടുമായിട്ടും ഭാര്യയായിട്ടും കുട്ടിയായിട്ടും യാതൊരു ബന്ധമില്ല, ഒന്നുമില്ല. സന്യാസിയാണ്, ഒന്നും ബന്ധപ്പെടാൻ പാടില്ല ആരുമായിട്ടും, സന്യാസിയാണ്. അപ്പം അങ്ങനെ സന്യാസിയാണെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? സന്യാസിയുടെ പണി സത്യത്തിൽ എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലോകത്തിൽ സന്യാസം എന്ന് പറയുന്നതുമായി ബന്ധപ്പെടുത്തി എത്ര പേര് മനസ്സിലാക്കണമെന്ന് സംശയം. സന്യാസിയുടെ പണി എന്താന്ന് വെച്ചാൽ ആത്മാനുസന്ധാനമാണ്, വേറെ ഒന്നുമല്ല. ഈ പറയുന്ന പ്രഭാഷണമോ ഒന്നുമല്ല സന്യാസിയുടെ പണി. ഇതൊന്നും സന്യാസിയുടെ ധർമ്മമല്ല ഈ ചെയ്യുന്നതൊന്നും. മനസ്സിലാക്കുക അല്ല എന്ന് പറഞ്ഞല്ല. പക്ഷെ ഇത് ലോകദൃഷ്ടിയാ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ക്ലാസ് എടുക്കുക, പ്രഭാഷണം നടത്തുക, പുസ്തകം എഴുതുക, വിദ്വാനായിട്ട്, ഇതൊക്കെയാണ് സന്യാസിയുടെ ധർമ്മമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പം ഇയാൾക്ക് പ്രസംഗിക്കാനാന്ന് പറഞ്ഞാൽ ശരിയാവില്ല, പ്രസംഗം കേൾക്കാൻ ആരും അത്രേ അങ്ങനെ വരുമൊന്നുമില്ല. എന്നാൽ പിന്നെ പുസ്തകം എഴുതാമല്ലോ എന്ന് വിചാരിച്ചു കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി. പുസ്തകം എഴുതാൻ നാട്ടിൽ പണിയൊന്നുമില്ല, വിദ്വാൻമാർ ഇഷ്ടം പോലെ പുസ്തകം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 10 പുസ്തകം എഴുതി മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ, നിരത്തി മുമ്പിൽ വെച്ചാൽ ഒരു പുസ്തകം ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായില്ല? ഒരു 10 പുസ്തകം നിരത്തി വെച്ചാൽ ഒരു പുസ്തകം ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ അത് തൊലിക്കട്ടിയാ പാരാട്ടോ, അപാര തൊലിക്കട്ടിയാ. കാരണം എന്നാൽ ഒരു വാചകമെങ്കിലും മാറ്റണ്ടേ? ഒരു വാചകം പോലും മാറ്റാതെ ചിദാനന്ദപുരസ്വാമിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ട് ചിദാനന്ദപുരസ്വാമിയുടെ അടുത്തേക്ക് അവതാരിക എഴുതാൻ കൊണ്ടുവരും. വളരെ എല്ലാം നന്നായി തീരട്ടെ, സന്തോഷത്തോടു കൂടി സജ്ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്ന എഴുതിയും കൊടുത്തു. ആ സ്വാമി ഈ മോഷണം ചെയ്ത് എഴുതി കൊണ്ടുതന്നെ സ്വാമി പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളത് ഞാൻ കള്ളനല്ലേ? ഞാൻ കള്ളനാണ്, എനിക്ക് പുതുതായിട്ടൊന്നും പറയാനില്ല. ഇവിടെ പറയുന്ന ഒരു വാക്ക് പോലും പുതിയതില്ല. അനാദികാലമായി ആചാര്യന്മാർ പറഞ്ഞു വന്ന വാക്കുകളല്ലാതെ ഒരക്ഷരം നമ്മളിവിടെ പറയണില്ല. പുതുതായിട്ട് എന്തെങ്കിലും പറയണം എന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ വിളിക്കരുത്. പുതുതായിട്ട് പറയാൻ അറിയില്ല, ഒന്നും അറിയില്ല, സത്യമാണ് പറയുന്നത്. പുതുതായിട്ട് പറയാച്ച എന്താ? പരമ്പരാഗതമായി പറഞ്ഞു പോകുന്നതിനെതിര് പറയുക. നാള് കൂടും ഇഷ്ടം പോലെ, വേണ്ട. പുതുതായിട്ടൊന്നും പറയാനില്ല, തുറന്നു പറയുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ എഴുതിയത് അയാൾ എടുത്താൽ എന്താ കുഴപ്പമുള്ള? ഒരു കുഴപ്പമില്ലതുകൊണ്ട് അവതാരി, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വകുപ്പുണ്ട് ചായക്ക് ഉണ്ടായിക്കോട്ടെ. ഏതായാലും അഭിനന്ദിച്ചു, പലതും ചെയ്തു, കൂടെയൊക്കെ നിന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? ഇപ്പൊ കേട്ടത് അയാൾ വേറെ കല്യാണം കഴിച്ചു. ഇത് കഥയല്ല. അപ്പൊ ആദ്യം ഒരു വിവാഹം കഴിച്ചൊരു പത്നിയൊക്കെ ഉണ്ടായിരുന്നതിനെ ഉപേക്ഷിച്ചു. ഇപ്പൊ അതിനെ വീണ്ടും ഒന്ന് സംബന്ധാക്കി എന്നുള്ളതല്ല, പുതിയൊന്ന് വേറൊന്ന് കല്യാണം കഴിച്ചു. ഇതിപ്പോ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോയിട്ട് ഒരു കാര്യവും ഇല്ല. ഇല്ല സ്വാമി, ഞാൻ വേറെ വീടൊന്നുമില്ല, ഞാൻ ആശ്രമത്തിലേക്കാണ് പോണത്. ഇവിടെ നീ എൻ്റെ ആശ്രമം എന്നും പറഞ്ഞ് കഴിച്ചു വിട്ടാണെന്ന് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തുല്യമല്ലേ? അല്ല, എൻ്റെ വീടും എൻ്റെ ആശ്രമവും തുല്യമാണോ അല്ലയോ? അതെ, തുല്യം തന്നെ. കാരണം എൻ്റെ എന്നുള്ള മമത്വം രണ്ടിടത്തും തുല്യമാണ്. എൻ്റെ മക്കളെയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു, ഇപ്പം എൻ്റെ ശിഷ്യന്മാരാ തുല്യം. ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ കുറ്റി മാറ്റി കെട്ടി, അത്രയേ ഉള്ളൂ, വേറൊരു ഗുണം ഉണ്ടായിട്ടില്ല. പശു ഒരു കുറ്റി അടിച്ചിട്ട് അവിടെ ഒരു കയറിൽ ഒരു പശുവെ കെട്ടിച്ചാൽ ആ കയറ് എത്ര വട്ടത്തിൽ അതിനെ പോകാൻ അനുവദിക്കൂ അത്രയും മേയാൻ കഴിയൂ. അവിടെ ഉള്ളത് മുഴുവൻ തിന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ കുറ്റി ഒന്ന് പുഴക്കിയിട്ട് ഇപ്പുറത്ത് പോയിട്ട് ഒരേട്ടം ഇനി അവിടെയൊക്കെ ഒന്ന് കഴിക്കുക, ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് എന്ത് കാര്യം? ഒരു പ്രയോജനവും. അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളതല്ല ഇവിടെ നിജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യതാം എന്നുള്ളത് കൊണ്ട് താത്വികമായി ഉദ്ദേശിക്കുന്നത്. എൻ്റെ എന്നുള്ള മമത്വബന്ധത്തിനുപരി നീ പോകണം. എൻ്റെ എന്നുള്ള മമത്വബന്ധത്തിനുപരി നീ വിചാരം കൊണ്ട് എത്തിച്ചേരണം. എൻ്റെ വീട് ഏതാ? എൻ്റെ വീട് നമുക്ക് ഏതാ? എൻ്റെ വീടുള്ളത് ആർക്കാളുള്ളത്? നമ്മളിപ്പോ ഈ എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതെ, ഈ എൻ്റെ വീട് ഏറ്റവും വലിയ എൻ്റെ വീടുള്ള ജാതി മലയാളികൾക്കാണ്. മലയാളികൾക്കാണ് ഏറ്റവും വലിയ എൻ്റെ വീടുള്ളത്. വേറെ എവിടെ പോയാലും ഇങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഒക്കെ മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള വീടാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയാൽ കാണുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലൂടെ പോയാലും മറ്റു രാജ്യങ്ങളിലൂടെ പോയാലും ഒക്കെ തന്നെ. പല സ്ഥലത്തു കൂടി സഞ്ചരിച്ചു നോക്കി, പല നാട്ടിലൂടെ സഞ്ചരിച്ചു നോക്കി, എല്ലായിടത്തും മനുഷ്യന് ആവശ്യമുള്ള വീടാണുള്ളത്. പക്ഷെ കേരളത്തിൽ പൊതുവെ വീടിന് ആവശ്യമുള്ള മനുഷ്യന്മാരാ. മനുഷ്യന് വേണ്ടി വീടല്ല, വീടിന് വേണ്ടി
മനുഷ്യൻ. അവസാനമൊക്കെ ഉണ്ടാക്കി പിന്നെ തുടയ്ക്കാനും വയ്യ, അടിച്ചു വരാനും വയ്യ. ഇതൊക്കെ കൂടി എന്തിനാ ഞാൻ അന്ന് ഉണ്ടാക്കിയെന്ന് ആലോചിച്ചിട്ട് 2 വയസ്സായ ആൾക്കാർ ഒരു വലിയൊരു വീട്ടിൽ ഉണ്ടാവും. മകളെവിടെ? മകൾ ആഫ്രിക്കയിലാണ്. മകൻ എവിടെ? അവനങ്ങ് അമേരിക്കയിലാണ്. രണ്ടും വരില്ല. വല്ലപ്പോഴും സ്കൈപ്പിലൂടെ സംസാരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ വലിയൊരു വീട്ടിലോ ഇവിടെ ഞങ്ങൾ 2 ആളാ സ്വാമി. അപ്പോൾ രാവിലെ കാരണവർ എങ്ങോട്ടാ പോണത്? അത് വീട്ടുപണിയുണ്ട്, അങ്ങോട്ട് പോവാ. എന്ത് ഈ വലിയ വീട്ടിൽ നിങ്ങൾ 2 ആളായിട്ട് ഉപദ്രവം? അത് കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുക. റൈറ്റ്, ആയിക്കോട്ടെ. കുട്ടികൾ ഇവിടെ ഒന്ന് താമസിക്കുമോ? അവരൊന്നും താമസിക്കാനൊന്നും പോകണില്ല. അവരൊക്കെ ഇങ്ങോട്ട് വരണോ? അവരവിടെ സെറ്റിൽ ചെയ്ത് വരാം. പിന്നെ എന്തിനാണ് നീ ഇവിടെ പോയി ഉണ്ടാക്കണത്? കേട്ടെ എന്ന് ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യാം. ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി. പറഞ്ഞ സത്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കുക. മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയില്ല, മറ്റു രാജ്യങ്ങളിൽ പോയാലും ഇങ്ങനെയില്ല. അവിടെ മനുഷ്യന് വേണ്ടി വീട്, മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി വീട്, അത്രയേ ഉള്ളൂ. ഏറെയും അത്യാവശ്യം ചില അപവാദങ്ങൾ ഉണ്ടാവും. അത്യാവശ്യം ഇല്ല എന്ന് പറയണില്ല, പൊതുവേ ഇല്ല. അപ്പൊ ഇവിടെ എൻ്റെ എന്നുള്ളതാണ്. ഇവിടെ ഈ തരം വീടുകളൊക്കെ എൻ്റെ പറഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താന്ന് ചിന്തിച്ചാൽ ഈ ശരീരത്തിലുള്ള എൻ്റെ അല്ലേ. ഈ ശരീരത്തിലുള്ള എൻ്റെയുടെ തുടർച്ചയായിട്ടാണല്ലോ ബാക്കി എല്ലാ എൻ്റെയും വന്നിട്ടുള്ളത്. അതെ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി, എൻ്റെ അത്, എൻ്റെ ഇത്, എൻ്റെ വീട്, എന്തൊക്കെ എൻ്റെതുണ്ടോ എല്ലാം വന്നിട്ടുള്ളത് ഈ ശരീരത്തിലുള്ള എൻ്റെയിൽ നിന്നാണ്. ഇതിൽ എത്ര പേർക്ക് നമുക്ക് അധികാരമുണ്ട് എൻ്റെ എന്ന് പൂർണ്ണമായി പറയാൻ? ഒരാൾക്ക് അധികാരമുണ്ടോ ഈ കൂട്ടത്തിൽ? ഈ ശരീരത്തിൽ പൂർണ്ണമായി 100% എൻ്റെ എന്ന് പറയാൻ ഒരധികാരവും നമുക്കില്ല. കാരണം ഇതിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല. പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അവിടെ വരാം, ഇത്ര മണിക്ക് അവിടെ പ്രഭാഷണത്തിന് വരാം, റൈറ്റ്, ഇത്ര മണിക്ക് ഇവിടെ വരാം എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് ഡയറി. കിടക്കട അവൻ അനങ്ങാണ്ടവിടെ ആശുപത്രിയോടെ കിടക്ക്. അവിടെ കിടന്നു 10-40 ദിവസം കിടന്നു കഴിഞ്ഞ കൊല്ലം. അപ്പോൾ സ്വാമിക്ക് ശരീരത്തിന് കുറച്ച് രോഗമുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും വ്യവസ്ഥ വിളിച്ച് പറയും. എന്നാ ദിവസവും 2-3 സ്ഥലത്തേക്ക്. അപ്പോഴോ ഞാനെന്താ പറഞ്ഞേ? ഞാൻ അവിടെ എത്തിയിരിക്കും. എങ്ങോട്ട് എത്തിയിരിക്കും? ഈ ശരീരം കൊണ്ട് എത്തിയിരിക്കും. നിങ്ങൾ എന്തേ സ്വാമി എത്താഞ്ഞത്? രോഗം വന്നാലേ എന്ത് ചെയ്യും, അതുകൊണ്ടല്ലേ, കടന്നു പോയില്ലേ, അതുകൊണ്ടല്ലേ വരാഞ്ഞത്. അപ്പൊ സ്വാമിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഇല്ല. ഇതിപ്പോ ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ഘടകങ്ങളും ഒക്കെ യോജിപ്പാണെങ്കിൽ വരാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എന്താ ഉള്ളത്? എത്ര പേര് അവകാശികൾ പിന്നാലെ നടക്കേണ്ടിയില്ലേ? മരണമുണ്ട്, ജരമുണ്ട്, രോഗങ്ങളുണ്ട്, പലരും ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ വേണമെന്ന് വിചാരിക്കണം എല്ലാവരും എപ്പോഴും വരുന്നില്ല. വേണ്ടാന്ന് വിചാരിക്കുന്നവരൊക്കെ വരുന്നുണ്ട്. പണ്ടൊരാൾ നമ്മളൊരു വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയ അവസ്ഥയാണ്. എൻ്റെ വീട്ടിലേക്ക് വരൂ പറഞ്ഞിട്ടാണ് വിളിച്ചത് അയാൾ. ഞാനും വിചാരിച്ചു സന്തോഷമായിട്ട് പോയി കളയാം, പോയാൽ എന്തെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ, കാരണം എൻ്റെ വീട്ടിലേക്കല്ലേ വിളിച്ചത്. നമ്മൾ സന്തോഷത്തിൽ പോയതാ. വീട്ടിലേക്ക് ഗേറ്റ് കടന്നു, അകത്തേക്കായിട്ട് കടക്കുമ്പോൾ തന്നെ അവിടെ ഒരു സ്ത്രീ ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. സ്വാമി എൻ്റെ ഭാര്യയാണ്. എന്ത് സന്തോഷമായല്ലോ. ഇത് ഞാൻ പറയാറില്ല, ചിദാനന്ദപുരി സ്വാമി അദ്ദേഹമാണിത്. അവർ ഗൗനിച്ചില്ല. അയാൾ ഇടങ്ങായിട്ട് നോക്കണ്ട്. സ്വാമി ഇതുപോലെ സ്വാമിക്ക് ഇതൊന്നും കാണാൻ അറിയില്ലല്ലോ, ലോകത്തിൽ യാതൊരു പേരില്ല, പൊട്ടി വീണ ആളാ സ്വാമി, ഒന്നും അറിയില്ല. ഏതായാലും നേരെ മുമ്പോട്ട് നടന്നു. അയാളല്ലേ വിളിച്ചത്, ചായ കിട്ടാൻ ഇപ്പം ഭാര്യ വേണമെന്നില്ലല്ലോ, അയാൾ തരുമല്ലോ. അയാൾ കൂടെ തന്നെ നടന്നോളൊന്നും കാണില്ല. അപ്പോൾ മുമ്പിൽ ഉമ്മറത്ത് വലിയ മുറിയിൽ ഒരു സോഫേൻ്റെ മുകളിൽ ഒരു സാധനമുണ്ട്, കയറി ഇറങ്ങി കളിക്കുന്നത്. സ്വാമി എൻ്റെ മോനാണ്. മോനെ സ്വാമി നമസ്കരിക്കടാ, വേറെ പണിയില്ല. ആലോചിച്ചപ്പോൾ തമാശ പറയാനുള്ളത്. അപ്പോഴും പാവടങ്ങളായിട്ട് നോക്കി. സ്വാമി വല്ലതും കാണുന്നുണ്ടേ? സ്വാമി ഇതൊന്നും കാണുകയില്ല, കേൾക്കുകയില്ല. ലോകത്തിലെ യാതൊരു വിവരമില്ലാത്ത ആളാണ് സ്വാമി. ഈ ലോകത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. പൊട്ടി വീണതാണ് ആകാശത്ത്. അങ്ങനെയാണ് ഈ സന്യാസിമാരുകൾ പൊട്ടി വീഴാണ്.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളതാ ഗേറ്റ് കടന്ന് ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. ഇയാൾ വരുന്ന കണ്ടപ്പോൾ തന്നെ ഈ ചങ്ങാതിയുടെ മുഖം ചുമന്ന് തുടുക്കാൻ തുടങ്ങി. ദേഷ്യം കൊണ്ട് മുറ്റത്തേക്ക് അയാൾ കടന്നപ്പോൾ പറഞ്ഞു, വരരുത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് കടക്കരുത് എന്ന്. ഇയാൾ പറഞ്ഞത് കേൾക്കാതെ നേരെ അയാൾ അകത്തേക്കാണ് കയറിപ്പോയേ. ഇനി ഒറ്റ ചോദ്യം മാത്രം ബാക്കി, എൻ്റെ വീടെന്ന് പറയാൻ എന്ത് അധികാരമാണ്? ഇയാൾ വേണം എന്ന് പറഞ്ഞ ആരും ഇയാൾ അനുസരിക്കണില്ല, വേണ്ടാന്ന് പറഞ്ഞവര് വന്നു ചേരുന്നു, അയാളും അനുസരിക്കണില്ല. വരണ്ടാന്ന് പറഞ്ഞ ആൾ വരുന്നു, വരാൻ പറഞ്ഞ ആൾ വരണില്ല. എൻ്റെ വീട് പറഞ്ഞാൽ എന്തർത്ഥമാണ്? ഒന്ന് നിമിഷം ചിന്തിച്ചു നോക്കും, ഒരു നിമിഷം. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ദിവസം സുഖം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം, ഇല്ലേ? ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. രോഗം വരരുത്, നമുക്ക് ആഗ്രഹമില്ലേ? മരണം വരരുത്, ആഗ്രഹമില്ലേ? സത്യം പറയണം, കള്ളം പറയരുത്. ആഗ്രഹമുണ്ട്. എന്തിനാ വെറുതെ കള്ളം പറയണേ? മരണം വരരുത് നമുക്ക് ആഗ്രഹമുണ്ട്. ഇനി വേറെയുള്ളവരെ സംബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കൂട്ടോ, അയ്യോ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഇത്ര ദുരിതം, അത്ര ദുരിതം, അത്ര ദുരിതം കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു പോകും, ഭഗവാനെ അയാളൊന്ന് പ്രാണൻ പോയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കില്ലേ? ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അത്രയും ഒരു ദുരവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ സദ്ബുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കും, ഭഗവാനെ ആ കഷ്ടപ്പാടൊന്ന് തീർത്തു കൊടുക്കണേ. പക്ഷേ അയാളുടെ ആഗ്രഹം എന്താ? നമ്മൾ കാണാൻ പോയി ഒരാളെ, ഒരു രോഗിയെ കാണാൻ പോയി, കഥയല്ല ഇത്. ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു രോഗിയെ കാണാൻ പോയത് നമ്മൾ പരിചയമുള്ള ആളാണ്. ചെന്നു വീട്ടിലേക്ക് കടന്നു. ശരിക്കും പറഞ്ഞാൽ ഉമ്മറവാതിൻ്റെ അടുത്ത് തന്നെ തടഞ്ഞു ഭാര്യ. സ്വാമിജി എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, ഇനി കഷ്ടപ്പാട് കാണാൻ വയ്യ, വേറെ ഒന്നുകൊണ്ടല്ല, കാണാൻ വയ്യ, അതുകൊണ്ട് സ്വാമി ഒന്ന് സങ്കല്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട്. മനസ്സിലായല്ലോ എന്താ? മനസ്സിലായല്ലോ? ശരി. അകത്തേക്ക് കടന്നു മോള്, സ്വാമി വ്രണം, ബെഡ് സോറ് വന്നിട്ട് എന്ത് ചെയ്തിട്ടും മാറണില്ല, എന്തൊക്കെ മരുന്ന് മാറി മാറി ചെയ്തു, ഒരു മാറണില്ല, ദിവസം ദിവസം തുളഞ്ഞു പോവുകയാണ്. ഞങ്ങളാണെച്ചാൽ ലീവ് എടുത്ത് വന്ന് കൂടിയിട്ട് കുറെ കാലമായി, 2 പ്രാവശ്യം ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. മനസ്സിലായില്ലോ? 2 പ്രാവശ്യം ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇടയാവരുത്, അതിന് മുമ്പ് ചങ്ങാതി പോകണമെന്നാ പ്രാർത്ഥിക്കുന്നത്. ആരെ കൊണ്ടാ? അച്ഛനെ കൊണ്ടാ. കുട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴത്തേക്ക് 2ാമത്തെ മോള്, അച്ഛൻ്റെ കഷ്ടപ്പാട് കാണാൻ വയ്യ, അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ ഈ പറഞ്ഞ തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുവിധം രോഗിയുടെ അടുത്ത് എത്തി. ഇയാള് കൈ കൂപ്പി പറയാണ്, സ്വാമി ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കുറച്ച് കാലം കൂടി. ഇത് അസത്യമല്ല, ഇതിൽ അതിശയോക്തി ഇല്ല, ഇതിൽ ന്യൂനോക്തി ഇല്ല, ഉള്ളത് ഉള്ള പോലെ പറയുക. ഇപ്പൊ ഭാര്യ എന്താ സ്വാമിയോട് പ്രാർത്ഥിച്ചേ? ഒന്ന് വേഗം ഒന്ന് സങ്കല്പിച്ചിട്ട് ഒന്ന് വേഗം ഒഴിവാക്കി തരണം. മൂത്ത മോളും അത് തന്നെ, 2ാമത്തെ മോളും അത് തന്നെ. ഇയാളുടെ പ്രാർത്ഥന ഇതാ, കുറച്ചു കാലം കൂടി ഇതുപോലെയൊക്കെ തന്നെ കിടക്കാൻ ഇടയാക്കണം. കാരണം മാനഭൂവം ഹി ഭൂയാസം ഇതി പ്രേമാത്മനീക്ഷ്യതേ, ഞാൻ ഇല്ലാതാവരുതേ, ഞാൻ എപ്പോഴും ഉണ്ടാവണേ എന്നാണ് നമ്മളൊക്കെ സങ്കല്പിക്കുന്നത്. അപ്പോ ഈ മരണത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാ മരണം ഉണ്ടാവണില്ലേ? ഉണ്ട്. സുഖം എപ്പോഴും ഉണ്ടാവണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്. സുഖം എപ്പോഴും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് അധികാരമില്ലാത്തൊരു സാധനത്തിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ അധികാരമുള്ളത്? ഒരധികാരവും ഇല്ല അതിൽ എൻ്റെ എന്ന് പൂർണ്ണമായി പറയാം. പിന്നെ പറയാം ഏതുപോലെ ചോദിച്ചാൽ, നമ്മളൊരു ട്രസ്റ്റിനെ സംബന്ധിച്ച് പറയാറുണ്ട്, ഇതെൻ്റെ ട്രസ്റ്റാ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിഡന്റ് ഞാനാ, ചിദാനന്ദപുരി സ്വാമിയുടെ മാനേജിങ് ട്രസ്റ്റിയാ എന്നൊക്കെ പറയുന്നുണ്ട്. ട്രസ്റ്റിനെ കൊണ്ട് എന്താ ട്രസ്റ്റിൽ അധികാരമുള്ളത്? അതിൽ എഴുതപ്പെട്ട നിയമാവലി അനുസരിച്ച് അതിനെ കൊണ്ട് നടക്കാൻ അധികാരമുണ്ട്. വേറൊരു അധികാരമില്ല. അതിൽ ഫൗണ്ടർ എന്താണോ നിയമം, അത് അവനവനാണെങ്കിൽ പോലും, ഞാനാണ് ഈ ട്രസ്റ്റിന്റെ ഫൗണ്ടർ, അത് വെച്ചിട്ട് എനിക്ക് തോന്നിയാണെന്ന് പറ്റില്ല. ഞാൻ അന്ന് എഴുതി വെച്ച നിയമം അനുസരിച്ച് ഇതിനെ നടത്തി കൊണ്ടുപോകാൻ മാത്രമേ ഒരു ട്രസ്റ്റിക്ക് അധികാരമുള്ളൂ. ഇത്ര വെള്ളം കൊടുത്തോളൂ, ഇത്ര ലിറ്റർ വെള്ളം കൊടുക്കണം, ഇത്ര ഭക്ഷണം കൊടുക്കണം, ഇത്ര വിശ്രമം കൊടുക്കണം, ഇതിനനുസരിച്ച് കൊടുത്തോളണം. ദേഹം അങ്ങനെ മര്യാദയ്ക്ക് കൊണ്ടുപോവാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ശരീരത്തിൽ പോലും വാസ്തവത്തിൽ വിചാരം ചെയ്താൽ എൻ്റെ എന്ന് പറയാൻ നമുക്ക് ഇത്രയും അർഹത ഉള്ളൂ എങ്കിൽ പിന്നെ
മമഗൃഹം, നിജഗൃഹം എന്ന് പറയാൻ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി ഈ മമത്വ കൽപ്പനയിൽ നിന്ന് നീ ഒന്ന് പുറത്തേക്ക് വന്നാലും നിജഗൃഹാത് തൂർണം വിനിർഗമ്യത, സ്വന്തം വീട്ടിൽ നിന്ന് വേഗം പുറത്തേക്ക് വന്നാലും. വ്യക്താണല്ലോ. നോക്കൂ, വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാമപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘഃ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം. അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടു, ഇനി എന്ത് ചെയ്യണം? ഇത് വളരെ വലിയൊരു ചോദ്യമാണ്. നിവൃത്തി മാർഗത്തിൽ തന്നെ ചരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. അപ്പൊ പ്രവൃത്തി മാർഗത്തിൽ ചരിക്കുന്നവർക്കും അത് അനുവാദം ചെയ്ത് അവനവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് മനസ്സിലാക്കാം. അപ്പൊ രണ്ടർത്ഥം ഇവിടെ പറഞ്ഞു. ഒന്ന്, തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിക്കോളുക, അത് നിവൃത്തി മാർഗത്ത് തന്നെയാണ്, സന്യസിച്ചാണ്ട് പോയിക്കോളുക. രണ്ടാമത് വ്യാഖ്യാനിച്ചൊക്കെ ഒന്ന് നേരെയാക്കി. എന്താണത്? വീട്ടിൽ നിന്നും പോയിക്കൊള്ളണം എന്നില്ല, മമത്വത്തിൻ്റെ കെട്ടുപാടിൻ്റെ ഉള്ളിൽ നിന്ന് പോയാൽ മതി എന്നൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വ്യാഖ്യാനിച്ചു ഒക്കെ ഒന്ന് മിനുസപ്പെടുത്തി പറഞ്ഞു. ഈ രണ്ട് നിലയ്ക്കായാലും ശരി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പ്രായോഗികമായിട്ട് വേദാന്ത ചർച്ചയിൽ നിന്നൊക്കെ മാറി പ്രായോഗികമായി ലോകത്തിൽ പ്രത്യേകിച്ച് ധാരാളം സാധുക്കൾ ഒക്കെ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ ഒരു വിദ്യാർത്ഥിയുടെ ദൃഷ്ടിയോടുകൂടി ഒന്ന് സഞ്ചരിച്ചാൽ വളരെ വിഷമം കണ്ടനുഭവിക്കാൻ സാധിക്കും. അതായത് വീട് വിട്ടു, നാട് വിട്ടു, അച്ഛനെ വിട്ടു, അമ്മയെ വിട്ടു, എല്ലാം ഈശ്വര സങ്കല്പത്തോടു കൂടി അല്ലെങ്കിൽ ആത്മേച്ഛയോടുകൂടിയൊക്കെ ചെയ്തതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പിന്നെ ചില സാഹചര്യങ്ങളുമായി സമരസപ്പെട്ട് താൻ എന്തിനു വിട്ടു, എന്തിനു വന്നു എന്നെല്ലാം തീർത്തും വിസ്മരിച്ച് അതെ തീർത്തും വിസ്മരിച്ച് ഉളറുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകിൽ മയക്കുമരുന്നുകളായിട്ടോ മദ്യവും മറ്റുമായിട്ടോ, അല്ലെങ്കിൽ ആശ്രമങ്ങൾ തോറും ഭണ്ഡാരയ്ക്ക് പോകുന്നവരായിട്ടോ, അല്ലെങ്കിൽ ഞാൻ വലിയ സന്യാസിയാണെന്നുള്ള നാട്യത്തോടു കൂടി വലിയൊരു ഭരണാധികാരിയായിട്ടോ, ഇങ്ങനെ പലതരത്തിൽ താൻ എന്തിനാണ് ഈ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് വിസ്മരിച്ച് കഴിയുന്നവരെ കാണാൻ സാധിക്കും. വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഇത് രണ്ട് നിലയ്ക്കുണ്ട്. ഒന്ന്, ആശ്രമങ്ങളിൽ, സന്യാസാശ്രമങ്ങളിലും മറ്റും കഴിയുന്നവർ പൊതുവെ സുഖമായി സമൃദ്ധമായി ജീവിക്കുമ്പോൾ മണി അടിച്ചാൽ പോയി ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള നിലയ്ക്ക്, അതും സുഖസമൃദ്ധമായ ഭക്ഷണങ്ങൾ കിട്ടുമ്പോൾ മറന്നുപോകും ഞാൻ എന്തിനാണ് ഈ നിജഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പ്രത്യേകിച്ച് 4 ആൾ വന്ന് നമസ്കരിക്കുകയും 10 ആൾ വന്ന് ദക്ഷിണ കൊടുക്കുകയും കൂടി ചെയ്താൽ പറയും വേണ്ട, ഞാൻ തന്നെ സർവജ്ഞൻ, ഞാൻ തന്നെ ശങ്കരാചാര്യൻ. അതെ, അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ആശ്രമങ്ങളിലൊന്നും അല്ലാതെ കറങ്ങി നടക്കുന്നവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗവും മദ്യവും മയക്കുമരുന്നുകളും പ്രത്യേകിച്ച് കഞ്ചാവും ഒക്കെയായിട്ട് കഴിയുന്നവരാണ്. ഇതൊരു സത്യമാണ് ഈ പറഞ്ഞത്. നല്ല നല്ല ചെറുപ്പക്കാർ. ഇവിടെ ഏതൊരു വ്യക്തിക്കും താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെറ്റമ്മ, ജീവിത സാഹചര്യം, എൻ്റെ ഗൃഹം, വളർന്നു വന്ന ഗൃഹം, പ്രത്യേകിച്ച് പറയുന്നു വളർന്നു വന്ന ഗൃഹം, ഇതിനൊക്കെ ആയിട്ടൊരു താതാത്മ്യം നമുക്കുണ്ട്. ഇതിനെ എല്ലാം ഉപേക്ഷിച്ച് പോവാൻ തക്ക വിധം ദൃഢമായ ആത്മേച്ഛ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾ വിട്ടുപോകില്ലല്ലോ, അല്ലെങ്കിൽ വിടാൻ കഴിയില്ല. വെറുതെ നമ്മൾ
ധരിക്കുക മാത്രം കഴിയില്ല. അപ്പൊ ഗൃഹത്യാഗം ഒരാൾ ആത്മേച്ഛയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാതെ വേറെ എന്തെങ്കിലും കാരണവശാലാണെന്ന് പറഞ്ഞിട്ട് കേട്ടുക, അങ്ങനെ ഉണ്ട്. വേറെ വല്ലതും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗൃഹത്യാഗം ചെയ്യാം, അങ്ങനെയൊക്കെ പലരും ഉണ്ടാവും. എന്തെങ്കിലും കേസുണ്ട്, അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഒളിച്ചോടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ ചില സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ഗൃഹത്യാഗം ചെയ്യുന്നവരുണ്ട്. അവരെക്കുറിച്ചല്ല പറയുന്നത്. ആത്മേച്ഛയോടുകൂടി ഗൃഹത്യാഗം ചെയ്യുന്നവർ അത്യുച്ഛകോടിയിൽപ്പെട്ട വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗൃഹത്യാഗം ചെയ്യാൻ സാധിക്കൂ, അല്ലാണ്ട് സാധിക്കില്ല. കാരണം ഒരു ഭാഗത്ത് പെറ്റ അമ്മ ഉണ്ടാവും, പോറ്റി അമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ താൻ വളർന്നു വന്ന വീടുണ്ടാവും, താൻ ഇത്രയും കാലം എന്തിനോടൊക്കെ താതാത്മ്യപ്പെട്ടോ ആ സുഖകരങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ സാഹചര്യങ്ങളൊക്കെ വിട്ട് പോണെങ്കിൽ നിശ്ചയമായും അത്ര വലിയ ആത്മേച്ഛ അവന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനനുസൃതമായൊരു ജീവിതക്രമം ഇനി പരിപാലിക്കുന്നില്ലെങ്കിൽ അത്യപകടമാണ്. നമുക്ക് പലപ്പോഴും ഒരു ഉപമ തോന്നാറ് മാത്രമല്ല, പൊതുവേദികളിൽ പ്രസംഗങ്ങളിൽ പറയാറുമുണ്ട്. വളരെ ശക്തമായ ഭൂഗുരുത്വ ആകർഷണം, ഭൂമിയുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ, ഈ ഭൂഗുരുത്വ ആകർഷണത്തെ ഭേദിച്ച് ഒരു റോക്കറ്റിനോ മറ്റോ പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് അമിതമായ വേഗത വേണം. നമുക്കറിയാം, അതിൻ്റെ കണക്കൊക്കെ നമുക്കറിയാം. ആ വേഗതയോടുകൂടി ഒരു ശൂന്യാകാശ പേടകത്തെയും വഹിച്ച് ഒരു റോക്കറ്റ് പോകുന്നു. നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ ഭൂമിയുടെ ആകർഷണത്തിൻ്റെ പരിധി 0 ആവുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റിയും 0 ആയി. ഇനി പുറത്തേക്ക് പോവില്ല. ആ സമയത്ത് അല്പ വെലോസിറ്റി ഉണ്ടെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഇനി ഗുരുത്വാകർഷണം ഇല്ല, അതുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ സമയത്ത് ഇയാൾക്ക് വെലോസിറ്റി ഇല്ലാതായി, സ്പീഡില്ല, നീങ്ങുന്നില്ല. അങ്ങോട്ട് പോവോ? പോവില്ല. ഇങ്ങോട്ട് വീഴുവോ? വീഴില്ല. കാരണം ഭൂഗുരുത്വ ആകർഷണം ഇല്ല. നിന്നെടുത്ത് നിൽക്കുവോ? നിൽക്കില്ല. കറങ്ങും, കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങോട്ടും പോവില്ല, ഇങ്ങോട്ടും വീഴില്ല. ഇങ്ങോട്ട് വീണാൽ മതിയായിരുന്നു, സമാധാനമായിരുന്നു, അതും ഇല്ല. അങ്ങോട്ടൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, അതും ഇല്ല. അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. എത്ര കാലം കറങ്ങുമെന്ന് ചോദിച്ചാൽ ഉള്ള കാലത്തോളം കറങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങേയറ്റത്തെ വിരക്തിയോടുകൂടി ഗൃഹത്യാഗം ചെയ്തു, പക്ഷെ ഒരു നിശ്ചിത അകലത്തിലെത്തി, പല വിട്ടുവീഴ്ചകൾ ചെയ്തു, പലതിനു വേണ്ടിയായിപ്പോയി. ആ വൈരാഗ്യം അങ്ങോട്ട് നഷ്ടപ്പെട്ടു, നേടേണ്ടതിനെ നേടിയിട്ടുമില്ല. എങ്കിൽ മുന്നോട്ടും പോവില്ല, പിന്നോട്ടും വീഴില്ല, നിന്നെടുത്ത് നിൽക്കുകയില്ല. പിന്നെ കറങ്ങും. ഈ കറക്കമായി പോകും സാധകന്റെ ജീവിതം. വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ കരുതലോടുകൂടെ. അതുകൊണ്ട് ഗൃഹത്യാഗം ചെയ്താൽ വളരെ ശ്രദ്ധിക്കേണ്ട ഘട്ടങ്ങൾ വരുന്നു. എന്തൊക്കെയാണ്?